ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇത് ഏത്തവാഴ മഞ്ചേരിക്കുള്ളതാണ്. ഇതിന് എല്ലാവരും കുമിൾ രോഗം വന്നു. നേരത്തെയുള്ള വാഴയ്ക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോൾ വന്ന കൊലയ്ക്കൊക്കെ ചെറിയ ശോഷണമുണ്ട്, ചെറിയ പടലയ്ക്ക് കുറവും, പിന്നെ മണ്ട വമ്പം ശോഷിച്ചു വന്നിട്ടുണ്ട്. ആ കുമിൾ രോഗം കൊണ്ട് പറ്റിയതാണ്. അതിന് നമ്മളിപ്പം കുമിൾനാശിനി മേടിച്ചിട്ടുണ്ട്. അത് അടിക്കാനുള്ള പരിപാടി. ഇതാകൊണ്ട് ഇതുപോലെ ഇങ്ങനെ വരും ഇലയ്ക്ക്. അതൊരു വില മൊത്തം മഞ്ഞിച്ച് പഴുത്തുണങ്ങി ചീച്ച പോകും. അങ്ങനെ പിന്നെ അടുത്തിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പെട്ടെന്ന്. കാരണം വാഴയ്ക്ക് നമ്മളിപ്പോൾ ഈ ഇലവാട്ടം ഇങ്ങനെ ഉണങ്ങി പോകുന്നത്. ഇത് പെട്ടെന്ന് വന്നുകൊണ്ട് നമ്മളിപ്പം ആ പഴയ ഇലയെല്ലാം കുറേ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളത് മരുന്നടിക്കാനുള്ള പരിപാടിയാണ്. ഇതിനെല്ലാം നമ്മളിപ്പോൾ ഇലയ്ക്ക് അടിക്കുന്നത്. ഇലയ്ക്ക് ഇലയിലും കടിച്ചു കൊടുക്കും. അടിയിലത്തെ ഇലയിൽ ഇതെല്ലാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ രോഗം വരത്തില്ല. അടിച്ചു കൊടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ വാഴയ്ക്ക് കേടാം. അടിച്ചിട്ടുണ്ട്. മുഴുവൻ ഒരു പ്രശ്നമാണ്. ഇതിപ്പോൾ 4 മാസമായി വാഴയാണ്. കറക്റ്റ് 4 മാസമായി. 4 3.5 മാസം. 4 മാസമായിട്ടുണ്ട്. 3 വളം കഴിഞ്ഞു. 3 മാസം വളം കഴിഞ്ഞു. പിന്നെ അതൊരു 10-15 ദിവസം ഇലക്കെല്ലാം അടിച്ചു കൊടുക്കുക. നമ്മൾ ഇത്രയും മുഴുവൻ നമ്മൾ അടിച്ചിട്ടുണ്ട്. കുമിൾനാശിനി അടിച്ചേ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു രോഗമാണ് കുമിൾ രോഗം. വാഴയുടെ ഇല ഇങ്ങനെ കരിഞ്ഞ് വന്നിട്ട് അത് പഴുത്ത് നാശമായി പോവാം. അത് നമ്മുടെ വാഴയും ബാധിക്കും. വാഴ നമ്മളൊരു 6 മാസം കൊണ്ട് കുലയ്ക്കുന്ന വാഴയാണിത്. ഇത് കുലച്ച് കഴിഞ്ഞിട്ട് ഈ കുമിൾ രോഗം വന്നു കഴിഞ്ഞാൽ ആ കൊല ശോഷിച്ച് നാശമായി പോകും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ അപ്പുറത്തേക്കുന്ന കൊലയ്ക്കൊക്കെ അങ്ങനെ ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാത്തിനും കുമിൾനാശിനി അടിച്ചിട്ടുണ്ട്. എൻ്റെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.